ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെയും കാലമായ നോമ്പ് കാലത്തിലാണല്ലോ നാം ഇപ്പോൾ. ഈശോയുടെ പീഡാസഹന മരണത്തെക്കുറിച്ച് ധ്യാനിച്ച് കൂടുതൽ ആത്മവിശുദ്ധീകരണം നേടുവാനും ആത്മീയമായി കൂടുതൽ വളരുവാനും പ്രാർത്ഥനയും ഉപവാസവും അനുതാപവും വഴി ഈശോയോട് കൂടുതൽ അടുക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നോമ്പുകാലത്തിൽ നമുക്കിന്ന് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 34 വരെ തിരുവചനങ്ങളാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ചില നിശബ്ദതകൾ നമുക്ക് ആവശ്യമാണ്. ഈ നിശബ്ദതകളാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമ്മെ സഹായിക്കുന്നത്. സങ്കീർത്തനം 46-ാം അധ്യായം 10-ാം തിരുവചനം: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് നിശബ്ദമായിരുന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കാം. നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്നെന്ന് ആത്മശോധന ചെയ്യാം. ആകുലതയെക്കുറിച്ച് ക്രിസ്തുനാഥൻ പറഞ്ഞു തുടങ്ങുന്നു. ആകുലതയ്ക്ക് കാരണമാകുന്ന ഭക്ഷണത്തേക്കാൾ വിലപ്പെട്ടത് ജീവനാണ്. അതാകട്ടെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല, ദൈവകരങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഈ ലോകത്തിൻ്റെ ചിന്തകൾ വെടിഞ്ഞ് താൻ ദൈവമകനാണ്, മകളാണ് എന്ന ചിന്ത സ്വീകരിക്കാൻ തയ്യാറാവണം. മക്കൾക്ക് ആവശ്യമുള്ളത് നൽകാൻ പിതാവിനറിയാം. സ്വർഗീയ പിതാവ് ആവശ്യമായതെല്ലാം നൽകുന്നു. സ്വീകരിക്കുവാൻ മക്കളായി നമ്മോട് പറയുന്നത് അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിനെന്നാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ കാർന്നു തിന്നുന്ന പകർച്ചവ്യാധിയാണ് സമ്പത്തിനോടും ലോകമോഹങ്ങളോടുമുള്ള അത്യാർത്തി. നശ്വരമായ ലോകത്തിൽ സമ്പത്തിൽ ലക്ഷ്യം വയ്ക്കാതെ നിത്യം നിലനിൽക്കുന്ന സ്വർഗരാജ്യത്തിന് ആവശ്യമായ നിക്ഷേപങ്ങൾ സമ്പാദിക്കുവാൻ നാം തയ്യാറാവണം. നിത്യതയ്ക്ക് ഉതകാത്തത് എല്ലാം വ്യർത്ഥമാണ്. നമുക്ക് നിശബ്ദമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കാം. നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്ന് ആത്മശോധന ചെയ്യാം. വിശുദ്ധ അൽഫോൻസാമയ്ക്ക് രോഗം കൂടി താൻ മരിക്കാറായി എന്ന് ബോധ്യമായ അവസരത്തിൽ കൂടെയുള്ള സഹോദരിമാരോട് പറഞ്ഞു: ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഭാരങ്ങളൊന്നും എനിക്കില്ലാത്തതിനാൽ സ്വർഗത്തിലേക്ക് ഒരു പ്രാവിനെ പോലെ ഞാൻ പറന്നുയരുമെന്ന്. ഈ നോമ്പുകാലത്ത് സ്വർഗരാജ്യത്തിലേക്ക് നിക്ഷേപങ്ങൾ നേടാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നുണ്ട്: ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഭൂമി എനിക്ക് വിരസമായി തോന്നുന്നുവെന്ന്. സ്വർഗമാവട്ടെ നമ്മുടെ ലക്ഷ്യം.